അവസാന മത്സരത്തിൽ PR ശ്രീജേഷ് നയിക്കുന്ന ഇന്ത്യൻ ടീം ഇപ്പോൾ ജയത്തിലേക്ക് വെങ്കല മെഡലിലേക്ക് എത്തിയിരിക്കുന്നു. ലാസ്റ്റ് മിനിറ്റാണ് ഇപ്പോൾ നടക്കുന്നത്. മത്സരം അതിന്റെ അവസാന നിമിഷത്തിൽ എത്തുമ്പോൾ സ്പെയിനെ തോൽപ്പിച്ച് ഇന്ത്യ വെങ്കല മെഡൽ നേടുന്നു. PR ശ്രീജേഷിന്റെ അവസാന ഗെയിം എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ മത്സരത്തിന്. ശ്രീജേഷ് എന്നുള്ള ഗാലറിയിലെ വിളികളോടെയാണ് ഈ ഗെയിം തുടങ്ങിയത്. മാച്ചിന്റെ തുടക്കത്തിൽ തന്നെ അത്തരത്തിലുള്ള വലിയ ആവേശത്തോടെ ഇന്ത്യൻ കായിക പ്രേമികൾ ശ്രീജേഷിന് പ്രോത്സാഹനം നൽകുന്ന കാഴ്ച കണ്ടു. ഇപ്പോഴിതാ അവസാന ഒളിമ്പിക്സിൽ മെഡലുമായി ശ്രീജേഷ് എത്തുന്നു എന്നുള്ള കാര്യം കൂടി, ആ പ്രതീക്ഷ കൂടി ഇന്ത്യൻ ടീമിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം അവസാന മിനിറ്റിലേക്ക് എത്തുമ്പോൾ കളി ആ രീതിയിലാണ് നിൽക്കുന്നത്. ഇനി എന്ത് സംഭവിക്കുമെന്നറിയില്ല. ലാസ്റ്റ് മിനിറ്റുകളിലേക്ക് ഗെയിം എത്തിയിരിക്കുന്നു. മഹേഷ് പോലൂർ ചേരുന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. മഹേഷ്, പ്രതീക്ഷിക്കാമോ ആ വെങ്കലം? ഇന്ത്യ എന്ന് പറയാം. അവസാന നിമിഷത്തിൽ, അതായത് തുടർച്ചയായി 2 പെനാൽറ്റി കോർണറുകൾ ആദ്യ രണ്ടാമത്തെ പെനാൽറ്റി കോർണർ ഇപ്പോൾ PR ശ്രീജേഷ് തടുത്തിട്ടിരിക്കുന്ന വിധിച്ചിരിക്കുകയാണ്. ഇന്ത്യക്ക് ഒരു ആശ്വാസം നൽകുന്ന, ഇനി കേവലം 1 മിനിറ്റും 16 രക്ഷകനാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ 6 സെക്കൻഡ് മാത്രമുള്ളപ്പോൾ ഒരു പെനാൽറ്റി കോർണർ തടഞ്ഞിട്ടാണ് PR ശ്രീജേഷ് ഇന്ത്യക്ക് അന്ന് വെങ്കല മെഡൽ നേടിയത്. മാത്രമാണ് ഇനി ഈ മത്സരം അവസാനിക്കാനുള്ളത്. PR ശ്രീജേഷിന്റെ 3 നിർണായക സേവുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. തുടരെ സ്പെയിന്റെ അറ്റാക്ക് ഇപ്പോൾ ഇന്ത്യയുടെ കോർട്ടിന് കണക്കായി ഡി പൊസിഷനിലേക്ക് വന്ന് തുടരെ അവരുടെ അറ്റാക്ക് ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഹർമൻപ്രീത് ഇന്ത്യയുടെ നിർണായകമായ ഗോളുകൾ നേടിയത്. 18-ാം മിനിറ്റിൽ സ്പെയിനാണ് ഒരു പെനാൽറ്റി സ്ട്രോക്കിലൂടെ മുന്നിലെത്തിയത്. പിന്നീട് ഹർമൻപ്രീത് സിംഗിന്റെ തുടർച്ചയായ 2 പെനാൽറ്റി കോർണറിലൂടെയുള്ള 2 ഗോളുകളാണ് ഇന്ത്യയെ സ്പെയിനിന് മുന്നിലെത്തിക്കാൻ സഹായിച്ചത്. കേവലം 1 മിനിറ്റിന് താഴെ മാത്രമാണ് ഇനി മത്സരം അവശേഷിക്കുന്നത്. വളരെ ചങ്കിടിപ്പോട് കൂടി കാത്തിരിക്കേണ്ട ഒരു സമയമാണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ നമുക്കറിയാം, ടോക്കിയോയിൽ കഴിഞ്ഞ തവണ നമ്മൾ വെങ്കല മെഡൽ നേടിയ ആ ഒരു നിമിഷം PR ശ്രീജേഷ് നമുക്ക് സമ്മാനിച്ച മനോഹരമായ ആ ഒരു നിമിഷം, ആ നിമിഷത്തിന് വേണ്ടിയാണ്, അതേപോലൊരു നിമിഷത്തിന് വേണ്ടിയാണ് നമ്മൾ ഇപ്പോഴും കാത്തിരിക്കുന്നത്. ഇനി നിമിഷങ്ങളുടെ കാത്തിരിപ്പാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മറ്റൊരു പെനാൽറ്റി കോർണറിനുള്ള ഒരു അറ്റംപ്റ്റ്, ഒരു ശ്രമം അവിടെ ഈ സ്പെയിനിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. റഫറിയുടെ അന്തിമ വിധിക്കായി കാത്തിരിക്കുക. നമുക്ക് വിൻഡോയിൽ PR ശ്രീജേഷിന്റെ കുടുംബത്തെ കാണാം. അദ്ദേഹത്തിന്റെ പിതാവ് ഉൾപ്പെടെ അവിടെയുണ്ട്. PR ശ്രീജേഷിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്പെഷ്യൽ മൊമെന്റ് ആണ്. ഈ 1.5 മിനിറ്റിൽ നിന്ന് ാണ് ഇന്ത്യൻ കുപ്പായം അഴിച്ചു വെക്കുകയാണ് എന്നുള്ളതാണ് അവിടെ ഒരു കാര്യം തന്നെയാണ്. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം 16 തവണ ഇന്ത്യയും സ്പെയിനും ഏറ്റുമുട്ടിയപ്പോൾ 6 തവണ ഇന്ത്യ ജയം കണ്ടെത്തി, 5 തവണ സ്പെയിൻ ജയം കണ്ടെത്തി, 5 തവണ മത്സരം സമനിലയിൽ കലാശിച്ചതാണ്. അപ്പോൾ ഇഞ്ചോടിഞ്ച് നിൽക്കുന്ന ഒരു ടീമാണ്, ഏതാണ്ട് തുല്യ ശക്തികൾ എന്ന് പറയാവുന്ന ഒരു ടീമാണ്. അപ്പോൾ ഇനി അവസാന നിമിഷത്തിലേക്ക് 44 സെക്കൻഡ് മാത്രമാണ് ഈ മത്സരം ഇനി അവശേഷിക്കുന്നത്. കഴിഞ്ഞ തവണ നമുക്ക് ഓർമ്മയുണ്ട്, അവസാന നിമിഷം അവിടെ ഒരു ശ്രമം, ഒരു അറ്റംപ്റ്റ് വേണ്ടി വീണ്ടും PR ശ്രീജേഷിന്റെ ഒരു അറ്റംപ്റ്റ്. അവിടെ ശ്രീജേഷിനെ തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെ കയ്യടികൾ ഉയരുന്ന കാണാം. അവിടെ വീണ്ടും ഒരു കോച്ചിന്റെ ഇടതു കൈ വീണ്ടും ആ പന്ത് രക്ഷപ്പെടുത്തുന്ന ഒരു കാഴ്ച. ഒരു അവസാന നിമിഷത്തിലേക്ക് വീണ്ടും പെനാൽറ്റി കോർണർ തന്നെയാണ്. അവിടെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു സ്ട്രോക്ക് എടുക്കാൻ ശ്രമിക്കുക, ആ പന്തുമായി കുതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കേവലം 26 സെക്കൻഡ്, 25 സെക്കൻഡ്, 24 സെക്കൻഡ്, 20 എത്തുന്നു. 20 വെങ്കല മെഡൽ 15 സെക്കൻഡ് അകലെ നിൽക്കുകയാണ് ധന്യ. അതായത് അവസാന നിമിഷത്തെത്തുമ്പോൾ ഈ താരങ്ങളുടെ പക്കൽ 7 സെക്കൻഡ്, കേവലം 7 സെക്കൻഡ് അരികെ അവിടെ സ്പെയിന്റെ കൈവശമാണ് പന്തുള്ളത്. ഡീ പോസ്റ്റിലേക്ക് വരുന്നു. അവിടെ ഒരു അറ്റംപ്റ്റ്, ഒരു ഫൗൾ അറ്റംപ്റ്റ് അവിടെ വരുന്നു. അവിടെ ഒരു ഫൗൾ അറ്റംപ്റ്റ്. ഇന്ത്യ വിജയിച്ചിരിക്കുന്നു. ഇന്ത്യ നോക്കണം, അവസാന നിമിഷം ഒരു ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അവിടെ ഒരു അപ്പീൽ അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നു. ഇന്ത്യൻ താരങ്ങളുടെ ആഹ്ലാദ പ്രകടനം ഒരു വശത്ത് കാണാം. പക്ഷേ യെസ്, ഇന്ത്യ വെങ്കല മെഡൽ നേടിയിരിക്കുന്നു. PR ശ്രീജേഷിന് വീണ്ടും വെങ്കല മെഡൽ ലഭിച്ചിരിക്കുന്നു. വെങ്കല മെഡൽ തിളക്കത്തോടെ PR ശ്രീജേഷ് മടങ്ങുകയാണ്. വീണ്ടും ഇന്ത്യയുടെ വൻമതിലായി PR ശ്രീജേഷ് മാറുകയാണ്. അദ്ദേഹത്തിന്റെ വസതിയിൽ വലിയ ആഹ്ലാദാരവങ്ങൾ മുഴങ്ങുന്നു. അതോടൊപ്പം തന്നെ ഒരു നേരിയ സങ്കടം, ഇന്ത്യൻ കുപ്പായത്തിൽ അദ്ദേഹത്തെ ഇനി കാണാൻ സാധിക്കില്ല എന്നുള്ളത്. പക്ഷേ PR ശ്രീജേഷിന്റെ കരുത്തുറ്റ പ്രകടനത്തോടെ വീണ്ടും ഇന്ത്യ ഹോക്കിയിൽ, ഒളിമ്പിക്സ് ഹോക്കിയിൽ വീണ്ടും ഒരു വെങ്കല മെഡൽ നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. തുടർച്ചയായി 2ാം തവണ ഈ നേട്ടം കരസ്ഥമാക്കിയിരിക്കുന്നു ഇന്ത്യ. ടോക്കിയോയ്ക്ക് പിന്നാലെ പാരീസിലും
ഇതാ ഇന്ത്യയുടെ ദേശീയ ഗാനം മുഴങ്ങാൻ പോകുന്നു. ഒരു വെങ്കല മെഡൽ, പൊന്നോളം പോകുന്ന ഒരു വെങ്കല മെഡൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പാരീസിൽ ഇന്ത്യയുടെ ഹോക്കി ടീമിനെ നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ ജർമ്മനിയോട് പൊരുതി വീണതാണ്. നമ്മൾ തോറ്റുകൊടുത്തതല്ല, അല്ലെങ്കിൽ അനായാസം ഒരു തോൽവിയായിരുന്നില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ അവസാനം ഒന്ന് ചങ്കിടിച്ചു പോയതാണ് നമുക്ക്. പക്ഷെ തിരിച്ചു വന്നിരിക്കുന്നു ഇന്ത്യ. വെങ്കല മെഡൽ ഇന്ത്യ നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാം മെഡൽ അണിഞ്ഞ് പി ആർ ശ്രീജേഷിനെ സംബന്ധിച്ചിടത്തോളം 20 വർഷത്തെ തന്റെ ഹോക്കി സബര്യക്ക് ഇന്ന് അന്ത്യം കുറിക്കുകയാണ്. പറാട്ട് വീട്ടിൽ രവീന്ദ്രൻ മകൻ ശ്രീജേഷ് എന്ന ഒരു സാധാരണ കർഷക തൊഴിലാളിയുടെ മകൻ ഇന്ത്യയെ വീണ്ടും ഒളിമ്പിക്സ് മെഡൽ അണിയിക്കുന്ന ഒരു അസുലഭമായ കാഴ്ചയാണ്. ഒന്നാം തവണയല്ല, രണ്ടാം തവണയാണ് പി ആർ ശ്രീജേഷ് നമുക്ക് മെഡൽ കൊണ്ടുതരുന്നത്.